പോലീസ് മാത്രം വിചാരിച്ചാൽ ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കില്ല എന്ന് കൊച്ചിയിൽ ഗുണ്ടകളുടെ യോഗം വിളിച്ച സുഹൈൽ ഷാജഹാൻ. പോലീസിനെ കൂടാതെ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ കൂടെ വേണം. ഗുണ്ടകളെന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുത്. ഇപ്പോൾ മാറ്റി നിർത്തിയാൽ ലഹരിക്കെതിരെ പോരാടാൻ അവർക്കിനി അവസരം ലഭിക്കില്ലെന്നും സുഹൈൽ ഷാജഹാൻ പറയുന്നു. കേരളത്തിൽ 14 ജില്ലയിൽ നിന്ന് നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാറിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു അവർക്കും ഇതേപോലെ തൂഫാന്റെ ഭാഗമായി പോലീസുമായി ചേർന്ന് സഹകരിച്ച് അവരെ നാടിനെ ലഹരി വിമുക്തമാക്കണമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ യുവാക്കൾ കടന്നു വരുമ്പോഴത്തേക്കും അവർക്ക് ഇന്ന കേസുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതായി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു തൂഫാന്റെ ഭാഗമായി പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലീസിന്റെ സഹായം കൊണ്ട് മാത്രം എല്ലാം ക്ലീൻ ആക്കാൻ പറ്റില്ല. വീട്ടമ്മമാർ വേണം, സ്കൂൾ വിദ്യാർത്ഥികൾ വേണം, കോളേജ് പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ, സോഷ്യൽ വർക്കേഴ്സ് വേണം, പിന്നെ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും വേണം. എന്നാലേ ഇത് ക്ലീൻ ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലീസ് മാത്രം വിചാരിച്ചു തൂഫാനും ഓപ്പറേഷൻ തണ്ടർ ഒന്നും നടപ്പിലാക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കില്ല. എന്റെ പേഴ്സണലി. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിൻ, ഈ തൂഫാൻ വാരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ പങ്കെടുത്ത യോഗത്തിലും ഈ സുഹൈൽ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യത്തെ വലിയ ചർച്ചയായതാണ്. പക്ഷേ ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആ ഒരു യോഗം വിളിച്ചതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്നും അതിനെ തള്ളിക്കളയുന്ന നിലപാടും സ്വീകരിച്ചു. ഇപ്പം സുഹൈൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഗുണ്ടകളല്ല, വാരിയേഴ്സ് ആണെന്നാണോ? അതെ, സുഹൈൽ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. AKG സെന്റർ ആക്രമണ കേസിലെ 2ാം പ്രതിയാണ് സുഹൈൽ. കൂടാതെ അദ്ദേഹം വിസ തട്ടിപ്പ് കേസിലും പ്രതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സുഹൈലിൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ, സുഹൈൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗുണ്ടകൾ വേണം ഈ ഓപ്പറേഷൻ തൂഫാൻ സക്സസ് ആകണമെങ്കിൽ, വിജയിപ്പിക്കണമെങ്കിൽ. കാരണം പോലീസിനെ കൊണ്ടൊന്നും സാധ്യമല്ല. പോലീസ് വിചാരിച്ചാൽ മാത്രം ഇതൊന്നും വിജയിക്കില്ല എന്നുള്ളതാണ് സുഹൈലിൻ്റെ അഭിപ്രായം. സുഹൈൽ അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുൻഗുണ്ടകളെയും ക്രിമിനലുകളെയും എല്ലാം വിളിച്ചു ചേർത്ത് ഈ യോഗം ചേർന്നതും ഒപ്പം തന്നെ സുധാകരൻ ആ യോഗത്തിൽ പങ്കെടുത്തതെല്ലാം സുഹൈൽ നേതൃത്വം കൊടുത്തിട്ടാണ്. അതേ സുഹൈലിന്റെ അഭിപ്രായമാണ് ഈ ഗുണ്ടകൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. ഗുണ്ടകളാണെന്ന് കരുതി അവരെ ഒഴിവാക്കി നിർത്തിയാൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് ഇനി പങ്കുചേരാൻ കഴിയില്ല എന്നുള്ളതാണ് സുഹൈലിന്റെ അഭിപ്രായം. ആ സുഹൈലിന്റെ അഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സുഹൈലിന്റെ അഭിപ്രായത്തിന് ആഭ്യന്തര വകുപ്പ് എത്ര കണ്ട് പിന്തുണ കൊടുക്കുന്നത്? സുഹൈലിനൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, ഗുണ്ടകൾ മാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ മാറ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, അല്ലേ?